പുറത്ത് നല്ല മൂടിയ ക്ലൈമറ്റാ. ഇപ്പം മഴ നിന്നേ ഉള്ളൂ. ഞാൻ 9 മണിക്ക് എത്തേണ്ട ഓഫീസിൽ ഞാൻ എത്തിയത് 9:30 മഴ കണ്ട് തന്നെ നല്ല സൂപ്പർ സീനായി. പക്ഷെ അന്ന് കയറിയപ്പോ നല്ല സുഖം വെച്ചാ AC ഓണില്ല. അതുപോലെ ഒത്തിരി ഫാൻ AC ഓഫ് ആയിക്കൂടെ ചോദിക്കും. ഇവിടെ ഇങ്ങനെ ഒരു മെഷീൻ നന്നായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാണ് AC ഇട്ടിരിക്കുന്നത്. എനിക്കല്ല. എനിക്കൊരു 12 വോൾട്ടിന്റെ അഡാപ്റ്റർ ആണ്. ഒരു ചെയ്യുന്നൊരു സർക്യൂട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ വരുന്ന പെട്ടി എന്താണെന്ന് വെച്ചാൽ ഇതാണ് പഴയ സാധനങ്ങൾ നോക്കിയിരിക്കുന്ന സാധനമാണ്. സോ നമുക്ക് ഇതിനോടൊന്നും തപ്പി നോക്കാം. എവിടെയെങ്കിലും കിട്ടിയായിരിക്കും. അഡാപ്റ്ററിന് പകരം കിട്ടിയത് എനിക്ക് 12 വോൾട്ടിന് 2 മോട്ടറായിരുന്നു. കണ്ടപ്പോൾ ശരി ഓക്കെ യൂസ് ആവുമല്ലോ എന്ന് പറഞ്ഞ് എടുത്തിട്ട് വന്നു. നോക്കിയപ്പോൾ 1500 രൂപ റേറ്റ് വരുന്നുണ്ട്, GST ഇല്ല. അങ്ങനെ ഏകദേശം 2 മോട്ടർ കിട്ടി. അതിന്റെ റേറ്റ് ഉണ്ട് എൻ്റെ തന്നെ കണ്ണു തള്ളിപ്പോയി. ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ അതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി. 2 മോട്ടറും അത്യാവശ്യം നല്ല ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അത് കഴിഞ്ഞ് നേരെ 11 മണിയായപ്പോൾ ചായ ബ്രേക്ക് എടുത്തു. അവിടുത്തെ വ്യൂ കാണാൻ സൂപ്പറാണ്. എനിക്ക് ആ വ്യൂ ഭയങ്കര ഇഷ്ടം. പക്ഷേ അപ്പോഴേക്കും ക്ലൈമറ്റ് ഒക്കെ അത്യാവശ്യം മാറി ഒരു നോർമൽ ലെവലിലേക്ക് വന്നു. സംടൈംസ് ഇങ്ങനെ വഴി വന്നിരുന്ന് കുറച്ച് കാറ്റുള്ള എന്താന്ന് വെച്ചാ ആ റൂമിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് മീൻസ് AC ഇട്ട് ആ ഒരു വർക്ക് ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചെയ്യേണ്ടത്. ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചത്. എന്റെ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം, ഈ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് മെക്കാനിക്കലാണ്. സോ ഞാൻ എന്റെ വർക്ക് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. അതിന്റെ ഉള്ളിൽ ഇരുന്ന് എനിക്ക് തല പെരിക്കും. ഒറ്റപ്പെട്ട ഒരു ഫീലാണ്, ഭയങ്കര ഒറ്റപ്പെട്ട ഫീലാണ്. സോ സംടൈംസ് ഇങ്ങനെ വെളിയിൽ വന്നിരുന്ന് വെയിൽ കൊള്ളാറുണ്ട്, കാറ്റും. നല്ല രസമുള്ള പരിപാടിയാണ്. പക്ഷെ ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കരമാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നല്ല പ്രശ്നമുള്ള പരിപാടിയാണ്. വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ എറേഴ്സ് വരും. ജസ്റ്റ് സോഫ്റ്റ്വെയർ എറേഴ്സ്, ചിലതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ആയിരുന്നു. സോ ആളുടെ ഹെൽപ്പ് ഉണ്ടാവും. പിന്നെ അതല്ലാതെ ഇതിന്റെ കണക്ഷൻസും എല്ലാസും ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണം. സോ ഇനി അത് എഡിറ്റ്. ഇങ്ങനെയാണ് എൻ്റെ വർക്ക് പോകാറ്. ഞാൻ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഓഫീസിലെ വെൻഡിങ് മെഷീൻ എന്നൊരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി എടുത്താണ്. സംഭവം ഡ്രൈ ഫ്രൂട്ട്സിന്റെയാണ്, പക്ഷെ അതിൽ പകുതിയിൽ കൂടുതൽ എയർ. നല്ല സ്കാമാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും ആ സ്കാം വാങ്ങിയിട്ട് ഞാൻ അതിന് 2 വായിട്ട് ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ ഗൈസ്.